പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി 25 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുക. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം
ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യണം അല്ലേ? അതിൻ്റെ അകത്ത് പെർഫെക്റ്റ് കണ്ടൻറ്റ് ഉടമ്പടിയിലുണ്ടെന്ന് അച്ഛൻ നിരീക്ഷിക്കണത് അല്ലേ? എന്താണ് ആദ്യം എന്താ പറഞ്ഞത്? സ്മാർട്ട് സ്പിരിച്വാലിറ്റി ആദ്യം നമ്മൾ പറഞ്ഞത്, ആദ്യ ദിവസം പറഞ്ഞത് മെനയെന്ന് പറഞ്ഞത് എക്സ്പെർട്ടൈസേഷൻ, അതായത് അതിൻ്റെ അകത്ത് മലയാളം എന്ന് പറയുന്നത് നൈപുണ്യം, പ്രാവീണ്യം. രണ്ടാമത്തത് ഇന്നലെ പറഞ്ഞ പ്രൊഫഷണലിസം, അതിൻ്റെ മലയാളം മിടുക്ക്, കാര്യക്ഷമ ഉടമ്പടി. ഇന്ന് പറഞ്ഞത് എന്താ? സ്മാർട്ട്നെസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസരിപ്പ്, ചുറുചുറുക്ക്. ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത് എന്താണെന്ന് അറിയാമോ? അത് മൂന്നാമത്തെ ഉടമ്പടി വരണത്. അതിൻ്റെ അകത്ത് വരുന്നത് വിശ്വാസ കൈമാറ്റം തന്നെയാണ്. ശരിക്കും നമ്മൾ ചെയ്ത കാര്യങ്ങൾ പ്രൊഫഷണലായിട്ട് ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് വചനം കൈമാറണം. അതാണ് എൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. ഇതെല്ലാം സുന്ദരമായിട്ട് ചെയ്യുന്ന ഫ്രഷ് ഹാൻഡ് പോലും ഉണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ പാരമ്പര്യ കത്തോലിക്കരാണ്, ഞങ്ങൾക്കിതെല്ലാം അറിയാം, ഞങ്ങൾക്ക് ഉടമ്പടിയുടെ ആവശ്യമില്ല, ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കണത്, അങ്ങനെ കുറേ ആൾക്കാരെ പറയത്തില്ലേ? അവർക്ക് റിസൾട്ട്, അവർ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഞാൻ നോക്കിയിട്ട് കിട്ടണത് ഒരു 35% റിസൾട്ടൊക്കെ ഉണ്ടാകുന്നുള്ളൂ. എന്താ കാര്യം? അവർ പ്രീസപ്പോസ് ചെയ്യുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ ശരിക്കും പറഞ്ഞാലേ ഉടമ്പടിയിൽ വരുന്ന വിഷയം ഒരു ക്രിസ്ത്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ ഉടമ്പടിയിലുള്ളത്. പക്ഷേ എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ഇന്നൊരു സാക്ഷ്യം ഉണ്ടായിരുന്നത്? അതായത് അവർ പറഞ്ഞ ഇതാണ്, ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ ഇതാണ്, ഞാൻ പള്ളികളിൽ പത്രം കൊടുക്കാറില്ല. എന്താ കാര്യം? പള്ളി എല്ലാവർക്കും അറിയാം ഉടമ്പടി. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാവർക്കും ഉടമ്പടിയെക്കുറിച്ച് അറിയാം. അത് അവർ പറയണേ ഉടമ്പടി എടുക്കുന്നൊരു ചുരുക്കമാണെന്ന്. അപ്പം ഞാൻ ഓർക്കേ, എല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ചുരുക്കമാകണത്? ചുരുക്കമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, ഇവർക്ക് അറിയണമല്ല വിഷയം. ഉടമ്പടിയിൽ വരുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ ദൈവമായിട്ട് ചിട്ടയായ ഒരു ജീവിതം വരും. അതിൻ്റെ ഉഴപ്പന്മാർക്ക് അവർക്ക് അപ്പോഴേ അറിയാം തങ്ങളുടെ ഉഴപ്പ്. അപ്പോൾ ഇവർ പറയണത് ഞാൻ പാരമ്പര്യ കത്തോലിക്കരാണ്, ഞങ്ങൾക്ക് ഞായറാഴ്ച കുഴാക്ക് പോകുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം കൂടി 20% വരത്തുള്ളൂ. നമ്മൾ ചെയ്യേണ്ട ജീവിതത്തിൻ്റെ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടതിൻ്റെ 20% ചെയ്തിട്ടാണ് ഇവർ ക്ലെയിം ചെയ്യണത്. പക്ഷേ അത് കാരണമാണ് ഈ മുമ്പന്മാർ വന്നിച്ചും പിമ്പന്മാർ അവസാനം വന്നവർ തന്നെ ഈ വലിയ ഫലങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം അവരിതെല്ലാം ആദ്യമായിട്ട് ചെയ്യും. ഇപ്പം 40 കൊല്ലം 60 കൊല്ലം കത്തോലിക്കനായിട്ട് ജീവിച്ചിട്ട് ഒരു മനുഷ്യനെ പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാത്ത എന്തുമാത്രം മനുഷ്യരുണ്ട്. എത്ര വേസ്റ്റ് ജന്മങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ പള്ളിയിൽ ഫൊറോണ വികാരി ആയി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പള്ളിയിൽ ഫൊറോണ വികാരിയായിട്ടിരിക്കുകയാണ്. അപ്പം അവിടുത്തെ പ്രസംഗം എന്ന് പറയുന്നത് അത് പാരമ്പര്യ പള്ളിയാണ്. കാരണം 9-ാം നൂറ്റാണ്ടിലെ 8-ാം നൂറ്റാണ്ടിലെ ഉണ്ടായ പള്ളിയാണ്. അപ്പം അവിടെ ഈ മരിച്ചവരുടെ അടിയന്തരം എന്ന് പറയണത് നമ്മൾ ഒരു മാസം മുഴുവൻ ഇരുന്നിട്ട് പ്രാർത്ഥിക്കേണ്ടി വരും. ഇവർക്ക് വേണ്ടി നമ്മൾ വെയിലത്ത് നിൽക്കണം. കാര്യം ആൾക്കാർ നിന്ന് അനിതായും റെസ്പോൺസും ഒക്കെ ചെല്ലിച്ചുകൊണ്ടിരിക്കും ഓഫീസ്. അപ്പോൾ നമുക്ക് തോന്നുകയെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെയിൽ കൊള്ളുന്നുണ്ട്, അതിൻ്റെ പേരിൽ പനിയും ഒടുങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ പാർട്ടിക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ്. എന്താ കാര്യം അറിയാമോ? ഇവർക്ക് വേണ്ടി ജീവിച്ച് ചത്തുപോയ ആൾക്കാരല്ലേ. ദൈവത്തിന് വേണ്ടി ഒരു മനുഷ്യനെ പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാതെ
മരിച്ചു പോകുന്നതിനേക്കാൾ എന്തൊരു ശാപമുണ്ട്. അപ്പൊ ശപിക്കപ്പെട്ട ജന്മം എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വിശ്വാസം കൈമാറാതെ ഉടമ്പടി ഇത്രയും വലിയ പെട്ടെന്ന് ഇത്രയും കത്തിപ്പിടിക്കാൻ കാര്യം എന്താണ്? വിശ്വാസം കൈമാറ്റമാണ്. ആരെയും നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്തണമല്ലേ, അങ്ങനെ ഒരു ചരിത്രം നമുക്കില്ല. പക്ഷെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിന് സദ്വാർത്തയാണ്. അത് പറയാനും പഠിപ്പിക്കാനും വേണ്ടി തന്നെയാണ് ഈ പട്ടം വാങ്ങിച്ചിരിക്കുന്നതല്ല, പള്ളിയിൽ പോയി കല്യാണം പെരുന്നാളും നടത്താനല്ല. അതിൻ്റെ ബേസിക് സാധനം എന്താണ്? പ്രിയ മകനെ. ആദ്യം തന്നെ ബൈബിൾ നമ്മളെ കൈവച്ച് തരുമ്പോൾ ഡീക്കനാകുമ്പോൾ സമയത്ത് തന്നെ മെത്താച്ച എന്താ പറയുന്നത്? പ്രിയ മകനെ, നീ ഇത് വിശ്വസിക്കണം, വിശ്വസിക്കണത് നീ ജീവിക്കണം, ജീവിക്കണത് നീ മറ്റുള്ളവർക്ക് കൈമാറണം. അതാണ് സംഭവം. അപ്പൊ പട്ടം മേടിച്ചിട്ട് പരിപാടിക്കാണ്. അതാണ് ആ ഒരു സാധനം മൊത്തമാണ് ഈ ഉടമ്പടി വരണത്. അതുകൊണ്ട് ഈ സ്മാർട്ട്നെസ് വരണത്. എന്താണ്? നമുക്ക് പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലെങ്കിലും നമുക്കൊരു സാക്ഷ്യം കിട്ടിയാൽ നമ്മൾ അനുഭവങ്ങൾ പറയും. അപ്പം അത് വിശ്വാസ കൈമാറ്റമായി. കാരണം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത കാര്യം ആദ്യം അടിച്ചു തരി കയറി പറയുമ്പോൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. അവനെ അനുഭവം കിട്ടുമ്പോൾ അവൻ പറയും. അവൻ ഇതുപോലെ വിശ്വാസത്തിൻ്റെ വിഷയങ്ങൾ മറ്റുള്ളവർക്ക് അറിയിക്കും, കൊണ്ടുനടന്ന് അറിയിക്കും. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. എന്താണ്? അനുതാപം. സുവിശേഷം വിശ്വസിക്കണമെന്ന് തന്നെ അനുദപിക്കും. അതിനുശേഷം സുവിശേഷം വിശ്വസിച്ച സുവിശേഷം അതുപോലെ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ അതുപോലെ ചെയ്യും നമ്മൾ. അതതിൻ്റെ പ്രൊഫഷണലിസം. ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടും ചെയ്യും. അതാണ് ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് എടുത്തിരിക്കുന്ന ഉടമ്പടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് പെട്ടെന്ന് മേഖലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.